ഞാൻ അങ്ങനെ ഒന്നും ജനപ്രതിനിധിയാവാൻ വേണ്ടി ഒന്നും വന്ന ആളല്ല. നിങ്ങൾക്കാർക്കും എന്നെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഞാൻ ഫുൾ ടൈം അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യും. എൻ്റെ അച്ഛൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. അച്ഛൻ്റെ 2 അനിയന്മാരും ഒക്കെ നല്ലപോലെ പ്രവർത്തിച്ചിരുന്നതാണ്. ആ ഒരു ബാഗ് അത് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ എൻ്റെ അമ്മയുടെ കുടുംബത്തിലോ ഇവിടെ താമരക്കുടിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിലോ ഒന്നും ആരും ഈ പാർട്ടിയിലില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ഇടതുപക്ഷ മൈൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഇവരെല്ലാം വന്ന് വിളിച്ചപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ ഒഴിവ് ഞാൻ സത്യമാണ്, ആ മലയാളം വാരികയിലെ ഉള്ള കാര്യങ്ങളാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ വന്ന് വിളിക്കുമ്പോൾ ഇത്രയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എൻ്റെ മക്കൾ ചെറുതാണ്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതിലൊന്നും എനിക്കൊരു വിരോധമില്ല. അപ്പോൾ അങ്ങനെയാണ് അത്രയും പ്രാക്ടീസ് ഉണ്ടായിരുന്ന സമയം ഒരു ഡീവിയേഷൻ വന്നു. അപ്പോൾ എന്നെ പാർട്ടി പ്രസിഡൻ്റാക്കി പറ്റാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇങ്ങനെ മത്സരിക്കാനും ഒക്കെ പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ അങ്ങ് പോയി എന്നുള്ളതാണ്. അല്ലാതെ ഞാനൊന്നും മോഹിച്ചിട്ടോ അല്ലെ എന്തെങ്കിലും പാർലമെൻ്ററി മോഹമായിട്ട് എന്നെ ഒട്ടും അറിയാത്തവർ മാത്രമേ അത് പറയത്തുള്ളൂ. എന്നെ ഒട്ടും അറിയാത്തവരേ പറയുള്ളൂ. ഞാൻ അങ്ങനെ ഒന്നും എന്നെ ഏൽപ്പിച്ച ജോലി പക്ഷേ 100% കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വീഴ്ച കൂടാതെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ മിണ്ടാതിരിക്കുകയല്ലേ. ഇപ്പം തന്നെ ഇത്രയും വലിയ വിവാദം ഉണ്ടാക്കാൻ എന്ത് കാര്യമാണെന്ന് ഞാൻ തന്നെ ആലോചിച്ചു പോയി. ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ പോലൊരു മുഖ്യമന്ത്രി ആയിരുന്ന ആളുടെ അനുസ്മരണം ഉള്ളത് പാർട്ടിയുടെ കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റിയോ ആരും സംഘടിപ്പിച്ചല്ലോ. ഇപ്പം CPM സംഘടിപ്പിക്കുന്ന നായനാർ സഖാവിൻ്റെ അനുസ്മരണമായാലും എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും വിളിക്കുന്നതല്ലേ നല്ലത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഏതാളിനെ അതുപോലെ ഇരിക്കുന്ന ഒരാളെ അനുസ്മരിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളെ വിളിച്ചാൽ എന്താ കുഴപ്പം? അവർ 2 വാക്ക് പറയുന്നതുകൊണ്ട്, അവരുടെ അനുഭവം പറയുന്നതുകൊണ്ട്, അല്ലെ അവരുടെ കേട്ടറിവ് പറയുന്നതുകൊണ്ട് നഷ്ടമുണ്ടോ? അതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇതിനകത്ത് യാതൊരു കാര്യങ്ങളും വേറെ ഒരു വ്യാഖ്യാനത്തിൻ്റെയും കാര്യങ്ങളില്ല. അപ്പോൾ ഒരു സമദൂര നിലപാടാണ് CPM-നോടും കോൺഗ്രസിനോടും എന്ന് തോന്നുന്നു. കാരണം ആ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്, ഇവിടെയും പോകുന്നുണ്ട്. ഓക്കെ, ഈ കോൺഗ്രസ് നേതൃത്വവുമായി കൊട്ടാരക്കരയുള്ള കോൺഗ്രസ് നേതൃത്വവുമായി എങ്ങനെയാണ് ബന്ധം? അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ കോൺഗ്രസ്സുകാർ രാഷ്ട്രീയമായി വ്യക്തിപരമായി ബന്ധപ്പെടുന്നുണ്ടോ? അങ്ങനെയൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. ഞാൻ ജില്ലാ പഞ്ചായത്തിലൊക്കെ ഇരിക്കുമ്പോൾ വലിയ വലിയ നേതാക്കളൊക്കെ പ്രതിപക്ഷത്തൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ടുള്ള പരിചയം അങ്ങനെയൊക്കെ ഉണ്ടായി. ആരാണേലും നമ്മൾ എല്ലാവരോടും ഒരേപോലെ ഇരിക്കുന്നതാണെന്നേ ഉള്ളൂ. പക്ഷേ നയപരമായ കാര്യങ്ങളൊക്കെ നമ്മുടെ പാർട്ടിയായിട്ടൊക്കെ ആലോചിച്ചും അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ പൊതുവായി എല്ലാവരോടും ഞാൻ അന്നും ഇന്നും എന്നും പണ്ടും ഇപ്പോഴും ഒരേപോലെ, അന്നും ഇന്നും ഒരു വ്യത്യാസം സത്യമായിട്ട് പറയാതെ എന്നും ഞാൻ എല്ലാവരോടും ഒരുപോലെ ഇരുന്നു. പക്ഷേ ഓരോ നയങ്ങളും നമ്മളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ അനുസരിച്ചല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിശ്ചയമായിട്ടും എല്ലാ ബന്ധപ്പെട്ടിടത്തും ആലോചിച്ച് അത് എല്ലാവരോടും പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് പോയി എന്നുള്ളതല്ലാതെ എനിക്ക് ഒരു രാഷ്ട്രീയക്കാരോടും ഒരു ദേഷ്യമില്ല. അന്നും ഇന്നും ഞാൻ എടുത്തു പറയുന്ന അന്നും ഇന്നും ഞാൻ അതുപോലെയാണ്. ഈ മന്ത്രി KN ബാലഗോപാൽ ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ പേഴ്സണലായിട്ട് സംസാരിച്ചിരുന്നു ഇതിനെക്കുറിച്ച്? ഇന്ന് വിളിച്ചായിരുന്നു എന്നെ. ഞാൻ അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ജില്ലാ കമ്മിറ്റിയിലൊക്കെ പോകുമ്പോൾ എനിക്കങ്ങ് ഒരുപാട് ലേറ്റൊക്കെ ആകുമ്പോഴും വല്ലാണ്ട് ടയേർഡായി പോകുന്ന സമയം എനിക്ക് പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒട്ടും ഒക്കുന്നില്ല, ഓടി അങ്ങനെ വളരെ ക്ലേശമായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ നേതാക്കളോടും പറയുമായിരുന്നു, അദ്ദേഹത്തോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞിട്ടുണ്ട്.